എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 +2 പരീക്ഷകൾ അവസാനിച്ചു കഴിഞ്ഞു. ഇനി വിദ്യാർത്ഥികൾ നിങ്ങളുടെ റിസൾട്ടിനായിട്ടുള്ള കാത്തിരിപ്പിലായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ ഒരു റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് വാല്യുവേഷന് ശേഷം അതുപോലെ തന്നെ ടാബുലേഷന് ശേഷവും ആണ്. നിങ്ങളുടെ റിസൾട്ടിൻ്റെ കാര്യങ്ങളൊക്കെ, അതായത് എല്ലാ കാര്യങ്ങളും പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ് നിങ്ങളുടെ ഈ ഒരു +1 +2 പരീക്ഷാ ഫലങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് എത്ര മാർക്ക് കിട്ടും എന്നുള്ളത് അധ്യാപകർ നിങ്ങളുടെ ആൻസർ ഷീറ്റ് പരിശോധിക്കുന്നതിനെയാണ് വാല്യുവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുവഴി നിങ്ങൾക്ക് എത്ര മാർക്കാണ് ലഭിക്കുക എന്നുള്ള കാര്യം അറിയാൻ പറ്റും. അതുപോലെ തന്നെ പിന്നീടുള്ളത് ടാബുലേഷനാണ്. ടാബുലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള ഈ ഒരു വാല്യുവേഷൻ ചെയ്തതിൻ്റെ മാർക്ക്, അതുപോലെ തന്നെ CE മാർക്ക്, ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രേസ് മാർക്ക് എന്നിങ്ങനെ വിവിധ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് റിസൾട്ടിൻ്റെ ഫോമാറ്റിലും കാര്യങ്ങളൊക്കെ ആക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ടാബുലേഷൻ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടാബുലേഷൻ സമയത്താണ് നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റ് തോൽക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ ഒരു മാർക്ക്, ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് നൽകുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടാബുലേഷന് ശേഷം മാത്രമാണ് നിങ്ങളുടെ ഈ ഒരു +1 +2 പരീക്ഷാ ഫലങ്ങൾ പ്രസിദ്ധീകരിക്കുക. ആദ്യം +2 പരീക്ഷാ ഫലങ്ങളായിരിക്കും, പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷം +1ൻ്റെ പരീക്ഷാ ഫലങ്ങളും പ്രസിദ്ധീകരിക്കും. ഇത്തവണ ഏകദേശം അടുത്തടുത്ത് ദിവസങ്ങളായിട്ടാണ് ഈ ഒരു +1 +2 പരീക്ഷാ ഫലങ്ങൾ പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത. കാരണം +1 ഇംപ്രൂവ്മെൻറ്റ് എഴുതിയ വിദ്യാർത്ഥികളുടെയും ഈ ഒരു റിസൾട്ട് അവർക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം ആയതുകൊണ്ട് തന്നെ അത് ഒരുമിച്ച് പ്രസിദ്ധീകരിക്കാനാണ് പ്രത്യേകിച്ച് സാധ്യത കാണുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വാല്യുവേഷൻ്റെ മുന്നോടിയായിട്ട് ഈ ഒരു ഒഫീഷ്യൽ ആൻസർ കീ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഒഫീഷ്യൽ ആൻസർ കീ നിങ്ങൾക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളത് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാവുന്നതാണ്. അതിനായിട്ട് വിദ്യാർത്ഥികൾ ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ്റെ, അതായത് ഗവൺമെൻറ് ഓഫ് കേരളയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇവിടെ dhsckerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു പേജിലേക്കാണ് ലോഡായിട്ട് വരിക. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ എക്സാമിനേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അവിടെ ഫൈനലൈസ്ഡ് സ്കീം ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഓഫ് ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആദ്യത്തെ ഈ ഒരു ലിങ്ക് കാണാം. അപ്പോൾ അതിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു PDF വഴിയാണ് നിങ്ങൾക്ക് ഈ ഒരു ഡ്രൈവിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കുക. അപ്പോൾ ഓൾറെഡി ഞാനിവിടെ PDF ഡൗൺലോഡ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് അത് ഓട്ടോമാറ്റിക്കലി അവിടെ ലോഡായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ മാർച്ച് 2025 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാം കുറേ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. അതിന് നേരായിട്ട് തന്നെ ഫസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതുപോലെ ഫസ്റ്റ് ഇയർ ഫൈനലൈസ്ഡ് സ്കീം, സെക്കൻഡ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, സെക്കൻഡ് ഇയർ ഫൈനലൈസ്ഡ് സ്കീം എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് ഈ ഒരു ആൻസർ കീ ഡൗൺലോഡ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിൻ്റേതാണെങ്കിൽ ഫസ്റ്റ് ഇയർ ഫൈനലൈസ്ഡ് സ്കീം എന്നുള്ളത്, അതുപോലെ സെക്കൻഡ് ഇയർ ആണെങ്കിൽ സെക്കൻഡ് ഇയർ ഫൈനലൈസ്ഡ് സ്കീം എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിലൊന്ന് തൊടുന്ന സമയത്ത് നിങ്ങളോട് നിങ്ങളുടെ ഫോണിൽ ലോഗിൻ ചെയ്ത ഈ ഒരു ഇമെയിൽ അക്കൗണ്ട് ഏതാണ്, ഒന്നിലധികം ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്യാൻ പറയും. ഒറ്റൊന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് സെലക്ട് ചെയ്യേണ്ടതില്ല. ഓട്ടോമാറ്റിക്കലി അതിലേക്ക് റീഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ആ ഒരു ഡ്രൈവിലേക്ക് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് നിലവിൽ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് നിങ്ങൾക്ക് അവിടെ empty എന്നൊക്കെ പറഞ്ഞാണ് കാണാൻ പറ്റുക. അതുപോലെ ഫൈനലൈസ്ഡ് സ്കീമിൽ വിവിധ സബ്ജക്റ്റുകളുടേത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എന്നാൽ എല്ലാ സബ്ജക്റ്റുകളുടെയും ആ ഒരു ആൻസർ കീ അതിൽ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിങ്ങൾക്ക് വേണ്ട സബ്ജക്റ്റിൻ്റെ ആൻസർ കീ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ ആ ഒരു ഡ്രൈവ് നിങ്ങൾ സെലക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് പോവുകയോ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിൻ്റെ ആ ഒരു ആൻസർ കീ ആണ് വേണ്ടത് അതിൻ്റെ ആ ഒരു PDF എന്നുള്ള ആ ഒരു പേരിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയിട്ട് വരികയും നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതുമാണ്. അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് മുകളിലായിട്ട് ഡ്രൈവിലാണ് ഓപ്പൺ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ സൈഡിലായിട്ട് നിങ്ങൾക്ക് 3 ഡോട്ട്സ് കാണാൻ പറ്റും മുകളിലായിട്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഡൗൺലോഡ് ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് അത് ഡൗൺലോഡ് ആയിട്ട് കിട്ടുന്നതാണ്. ഇനി ഈ ഒരു ആൻസർ കീ ഞാൻ ജസ്റ്റ് ഒരു ആൻസർ കീ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ +1ൻ്റേതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ്റെ ആ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഏതാണ് ആൻസർ എന്നുള്ള കാര്യം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഏതെങ്കിലും അതായത് കൃത്യമായിട്ട് ആൻസർ ചെയ്യുകയാണെങ്കിൽ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നൽകിയിട്ടുള്ള ആ ഒരു സ്കോർ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ ചില ക്വസ്റ്റ്യന് സബ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ അതുപോലെ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിനനുസരിച്ച് സ്കോർ വിഭജിച്ച് നൽകിയതായിട്ടും കാണാം. അതുപോലെ തന്നെ അതിൻ്റെ ടോട്ടൽ മാർക്ക് എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക്, അതായത് നിങ്ങൾ എഴുതിയിട്ടുള്ള ആൻസറിന് നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് കിട്ടുമോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ എക്സാമിനേഷൻ്റെ ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ആൻസർ കീ എന്നുള്ള കാര്യം പറയാം. ആൻസർ കീ എന്ന് പറഞ്ഞാൽ ഈ ഒരു പേപ്പർ വാല്യുവേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ആൻസർ കീയിൽ പറഞ്ഞ പ്രകാരമുള്ള പോയിൻറ്റ്സ് നിങ്ങളുടെ ഈ ഒരു ആൻസറിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു
പോയിന്റ്സ്, അതായത് ഇത്ര മാർക്ക് കിട്ടും. അതായത് ഇപ്പോൾ ഇവിടെ കാണാം ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആൻഡ് ഗേറ്റ് ആണ്. അപ്പോൾ ആൻഡ് ഗേറ്റ് എന്നുള്ളത് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് അതിന് കിട്ടും. അതുപോലെ തന്നെ രണ്ടാമത്തെ സോഴ്സ് കോഡ് എന്നുള്ളതാണ് ആൻസർ കീ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും ചിലപ്പോൾ നിങ്ങൾ കുറച്ച് ഒരു സെൻറ്റൻസ് ഒക്കെ ആയിട്ടാണ് എഴുതിയത്, അതിൽ സോഴ്സ് കോഡ് എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. ഈ ഒരു രീതിയിൽ നിങ്ങൾ എഴുതിയിട്ടുള്ള ആ ഒരു കാര്യത്തിൽ ഈ ഒരു പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് മാർക്ക് കിട്ടുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ഓരോ ക്വസ്റ്റ്യനും കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ആൻസർ കീ വെച്ചിട്ടാണ് നിങ്ങളുടെ പേപ്പർ വാല്യുവേഷൻ ചെയ്യുക. അപ്പോൾ ഇതിലുള്ള പോയിന്റ്സ് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് മാർക്ക് കിട്ടുന്നത് ആയിരിക്കും. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ആൻസർ കീ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.